എല്ലാവർക്കും നമസ്കാരം. ഈ അനുഭവം ഡോക്ടർ ശ്രീപ്രിയ ശരത്ത് അയച്ചുതന്നതാണ്. ഒരു കുഞ്ഞനുഭവം നമുക്ക് ഭഗവാന് സമർപ്പിക്കുകയാണ്. നിങ്ങളിലേക്ക് എല്ലാവരിലേക്ക് എത്തിക്കുകയാണ്. കേൾക്കാം അല്ലേ? എന്താ കഥ? എൻ്റെ വീട് എറണാകുളത്താണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ഗുരുവായൂരിലേക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു മനോഹരമായ അനുഭവമാണിത്. ഞങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് അവിടെ എത്തിയത്. അന്നേ ദിവസം എൻ്റെ മകൻ്റെ പിറന്നാളായിരുന്നു. അവൻ്റെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എല്ലാം കഴിഞ്ഞ് ഒരു നന്ദി പ്രാർത്ഥനയായിട്ട് തൊഴാൻ വന്നതായിരുന്നു. അവിടെ എത്തുമ്പോൾ തന്നെ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. ഒട്ടും തിരക്കില്ല കേട്ടോ. അകത്ത് കയറുമ്പോൾ അപ്പം, അട എന്നിവ നിവേദ്യമായി പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയമായതിനാൽ കുറച്ചു നേരം അവിടെ തന്നെ നിൽക്കാനും ശാന്തമായിട്ട് പ്രാർത്ഥിക്കാനും സാധിച്ചു. അന്ന് മത്സ്യാവതാരമായിരുന്നു. അത്യന്തം മനോഹരമായ ഒരു കുട്ടപ്പനായിട്ട് കൃഷ്ണൻ നിൽക്കുന്ന കാഴ്ച ഹൃദയം നിറച്ചു. ഞാൻ കൃഷ്ണന് നൽകാൻ ഒരു കുഞ്ഞു വെള്ളിയുടെ ഓടക്കുഴൽ വാങ്ങിയിരുന്നു. കൂടാതെ നാരായണീയം പകർത്തെഴുതിയ ഒരു പുസ്തകവും കൈവശം ഉണ്ടായിരുന്നു. തൊഴുത് കഴിഞ്ഞ് മേൽശാന്തിയോട് ഒന്ന് ചാർത്തി തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഇപ്പം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെ മുന്നിൽ നിർത്തി ആ ഓടക്കുഴൽ കൃഷ്ണനെ ചാർത്തി കാണിച്ചു തന്നു. ആ നിമിഷം വിശ്വസിക്കാനാവാതെ ഞാൻ നിശബ്ദയായി നിന്നു. അടുത്ത ദിവസം ശനിയാഴ്ച ആയതിനാൽ വലിയ തിരക്കായിരുന്നു. ഞാൻ ക്യൂവിൽ നിന്നാണ് ഉച്ചപൂജയ്ക്ക് ശേഷം അകത്ത് പ്രവേശിച്ചത്. അപ്പോൾ കണ്ണൻ ഓടക്കുഴൽ ഊതി മുരളീധരനായി നിൽക്കുന്ന ദർശനം. എൻ്റെ ഓടക്കുഴൽ അവരിഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പോലെ എൻ്റെ പൊന്നു കണ്ണൻകുട്ട, ആ നിമിഷം എനിക്ക് അതിയായ സന്തോഷം നിറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഭാഗ്യമൊക്കെ അപൂർവമായിട്ടാണ് ലഭിക്കുക അല്ലേ? തിരക്കില്ലാതെ ഭഗവാനെ തൊഴുക. നമ്മൾ കൊടുക്കുന്ന ഉടക്കുഴലായാലും എന്തായാലും പെട്ടെന്ന് തന്നെ ഭഗവാനെ അണിഞ്ഞ് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് മുജ്ജന്മ സുകൃതം തന്നെയാണ്. നല്ല മനസ്സായിരിക്കണം കേട്ടോ. നല്ല മനസ്സാവുമ്പോൾ നമുക്ക് നമ്മളറിയാതെ നമ്മളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ നേരെ വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും ചിന്തിക്കുക, നല്ല രീതിയിൽ മാത്രം എല്ലാവരോടും സംസാരിക്കുക. ആർക്കും വെറുപ്പും വിദ്വേഷവും ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇത് കേട്ടിട്ട് ഒരാളെങ്കിലും അങ്ങനെ ആയാലും നമ്മൾ പറയുന്നത് കൊണ്ട് ഗുണമുണ്ടായല്ലോ. വേറെ ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലുണ്ടാവും. ഫേസ്ബുക്കിൻ്റെ പിന്നെ യൂട്യൂബിലുള്ളവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരാം. ഫേസ്ബുക്കിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടും വരാം. എല്ലാം അങ്ങനെ നടക്കുകയാണ്. കുറേ ഉച്ചപൂജാലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗ്രൂപ്പിൽ. ഹരേ കൃഷ്ണ.